വാർത്തകൾ വിശദമായി. മുനമ്പം ഭൂമി കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6 മാറ്റി. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വഖഫ് ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയാണ് ട്രൈബ്യൂണൽ മാറ്റിവെച്ചത്. കേസിൽ കക്ഷി ചേരാനായി ഭൂമി കൈമാറ്റം ചെയ്ത സിദ്ദിഖ് സേഠിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും ട്രൈബ്യൂണലിൽ എത്തിയിരുന്നു. ഇരുവരും കേസിൽ കക്ഷി ചേരും. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നുള്ളതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം. 2019 മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ വിധി, ഭൂമിയിൽ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം എന്നീ 2 ഉത്തരവുകളും പിൻവലിക്കണമെന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഹർജികൾ. കൈമാറിയത് വഖഫ് ഭൂമിയാണെന്നാണ് സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെ വാദം. വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കുന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുമെന്ന് വഖഫ് സംരക്ഷണ സമിതിയും അറിയിച്ചു. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അതിനിടെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജ് രാജൻ തട്ടിൽ വ്യക്തമാക്കി.